ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. 3 kg തൂക്കം വരുന്നൊരു ബ്ലൂബെറി കേക്കാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. വാനില സ്പോഞ്ചാണ് നമ്മളിതിന് ബേസായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്പോഞ്ച് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 400 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനായിട്ട് 1 kg തൂക്കം വരുന്നൊരു ബ്ലൂബെറി കേക്കിൻ്റെ സ്പോഞ്ചിൻ്റെ അളവുകളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എയർ കയറാൻ വേണ്ടിയിട്ടാണ് 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത്. എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരുള്ളൂ. പിന്നെ നമുക്കിതിനായിട്ട് 400 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 180 ml പാലും 90 ml ഓയിലും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3 കിലോ കേക്കിന് ആവശ്യമായ സ്പോഞ്ച് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ 11 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് തിരിച്ച് വെച്ചിട്ടുണ്ട്. വൈറ്റ് പാർട്ടിലേക്ക് ഇട്ട് യോക്കിൻ്റെ പാർട്ട് വീഴാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ പതഞ്ഞ് വരില്ല. ഒട്ടും വെള്ളത്തിൻ്റെയും എണ്ണയുടെയും ഒന്നും അംശമില്ലാത്ത നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം വേണം എഗ്ഗ് ബീറ്റ് ചെയ്യാനായിട്ട് എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് എഗ്ഗ് നല്ല ബീറ്റായിട്ട് സ്റ്റിഫായിട്ട് വരാൻ വേണ്ടിയിട്ട് 2.5 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സിന്തറ്റിക് ആയിട്ടുള്ള വിനീഗർ വേണം ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഈ എഗ് വെയിറ്റ് ഏകദേശം ഒരു 30 സെക്കൻഡോളം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതിലേക്ക് 3 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. 4 മിനിറ്റ് ബീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എഗ് വൈറ്റ് ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ എഗ് യോക്ക് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കേക്ക് ബേക്കിങ്ങിൽ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് തിരിച്ചിട്ട് കേക്ക് തയ്യാറാക്കിയാൽ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടും. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഓയിലിൻ്റെയും പാലിൻ്റെയും മിക്സിലേക്ക് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ വെച്ചിട്ട് ബട്ടർ എസൻസും മിൽക്ക് എസൻസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലും പാലും എസൻസൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് മിക്സായിട്ട് കിട്ടിക്കോളും. അല്ലെങ്കിൽ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറേ നേരം മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്തത് താഴ്ന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ എഗ് മിക്സിൽ നിന്ന് 1 കപ്പോളം എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ലാസ്റ്റ് ഫോൾഡ് ചെയ്തെടുക്കാനാണ്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കേക്ക് കുറച്ചുകൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് എഗ് മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും കുറച്ച് പാലിൻ്റെ മിക്സും കൂടി ഇടവിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരുപാട് സ്പീഡ് കൂട്ടിയിട്ട് മിക്സ് ചെയ്തെടുക്കരുത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗ്ഗിൻ്റെ ആ മിക്സ് താഴ്ന്നു പോയിട്ട് കേക്ക് കട്ടിയായിട്ട് പോകും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ 1 കപ്പ് എഗ് മിക്സ് ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളധികം എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ എഗ് മിക്സ് താഴ്ന്നു പോകുന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല. കുറേ നേരം ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു മിക്സ് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലാസ്റ്റ് ഇത് ചേർത്ത് കൊടുത്താൽ ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു റെക്ടാങ്കുലർ ടൈപ്പിലുള്ളൊരു ബേക്കിംഗ് ടിന്നിലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. 3 kg കേക്കിന് ആവശ്യമായ സ്പോഞ്ചാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത്. അപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു ബേക്കിംഗ് ടിന്നിൽ വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒരു സ്ക്വയർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഇങ്ങനെ പൊട്ടി വിണ്ട് കീറുന്നുള്ളൊരു പേടി വേണ്ട. ഇനി നമ്മളിതൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ആയിട്ടുള്ള ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. റെക്ടാങ്കുലർ ടൈപ്പിലുള്ള ഒരു ബേക്കിംഗ് ടിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായിട്ട് തണുത്തതിന് ശേഷം ഞാനൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. കേക്ക് ബേസിൻ്റെ മീതേക്ക് കുറച്ച് ക്രീം തേച്ച ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തും കൊടുക്കാം.
ഈ ഒരു ബ്ലൂബെറി കേക്കിന് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ ബ്ലൂബെറി ഗ്ലേസ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂബെറിയുടെ ക്രഷ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഈ ഗ്ലേസ് നമുക്ക് ബേക്കിംഗ് ഷോപ്പിൽ ഇതുപോലെ ടിന്നിൽ വാങ്ങാനായിട്ട് കിട്ടും. 110 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഏകദേശം ഒരു 3 ടീസ്പൂൺ അളവിൽ ഞാൻ ഈ ഒരു ഗ്ലേസ് ഇതിൻ്റെ മീതേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ മീതേക്ക് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ബ്ലൂബെറിയുടെ ഗ്ലേസും വൈറ്റ് ചോക്ലേറ്റും കൂടി വരുമ്പോൾ കേക്കിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയേഴ്സും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ക്രീം വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ മീതേക്ക് ഗണാഷ് ഒഴിച്ച് കൊടുക്കുന്നത്. ആ ഒരു ഗണാഷ് തയ്യാറാക്കാനായിട്ട് 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റിലേക്ക് 100 ml വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് മെൽറ്റാക്കി എടുത്തിരിക്കുന്നതാണ്. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു പർപ്പിൾ കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലൂബെറിയുടെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് പർപ്പിൾ കളറാണ് മാച്ചായിട്ട് വരുന്നത്. ജെൽ കളറാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നല്ലൊരു പർപ്പിൾ കളർ കിട്ടുന്നതിന് ആവശ്യമായ ജെൽ കളർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ അളവിൽ ഗ്ലേസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലേസും കൂടി ചേർത്തിട്ട് മിക്സായി വരുമ്പോൾ കറക്റ്റ് ആ ഒരു ബ്ലൂബെറിയുടെ ടേസ്റ്റ് നമ്മുടെ ഗണാഷിന് കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്യണില്ലെങ്കിൽ അതിന് പകരമായിട്ട് ഗ്ലേസ് നമുക്ക് കേക്കിൻ്റെ മീതേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ ഒരു ഗ്ലേസ് എനിക്ക് 3 കിലോ കേക്കിന് പോരാതെ വരും. അതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും കിട്ടും നമ്മുടെ കേക്കിന്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് നമുക്ക് നല്ല തണുത്ത കേക്കിൻ്റെ മീതേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ആ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഒരുപാട് തണുത്ത് പോകരുത് കേട്ടോ. തണുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി വേണം ഇതുപോലെ ഒഴിച്ച് കൊടുക്കാനായിട്ട്. നല്ല തണുത്ത കേക്കിൻ്റെ മീതേക്ക് ആകുമ്പോൾ കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നോളും. ഇപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് എല്ലായിടത്തോടും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നെങ്കിൽ ലെവൽ ചെയ്തും കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ 4 സൈഡിലും ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ ഒരു ചോക്ലേറ്റിന് ഡെക്കറേഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഇപ്പോൾ നമ്മുടെ ബ്ലൂബെറി കേക്ക് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കേക്ക് കസ്റ്റമറുടെ ആവശ്യപ്രകാരം യൂണിക്കോണിൻ്റെ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ യൂണിക്കോൺ ഒന്ന് വെട്ടിയെടുത്തിട്ട് ഫോണ്ടൻറ്റിൽ വെട്ടിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഇതിൻ്റെ മീതേക്ക് വെച്ച് കൊടുക്കാം. ഫോണ്ടൻ ടൂൾസ് ഒന്നും ഇല്ലാതെയാണ് ഈ ഒരു യൂണിക്കോൺ തയ്യാറാക്കിയത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം ചേർത്താൽ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും. ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഞാൻ അധികം കേക്ക്സ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം പേഴ്സണലി എനിക്ക് ആ ഒരു ടേസ്റ്റ് മിക്കവർക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം എക്സ്പീരിയൻസ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഫോണ്ടൻറ്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാനായിട്ട് മറക്കല്ലേ.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലൂബെറി യൂണിക്കോൺ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കേക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ബേക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കല്ലേ. താങ്ക്